മിനിക്കഥ. വീണ്ടും ഒരു വസന്തം. തോമസ് കാവാലം. അച്ഛന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു വൃദ്ധസദനത്തിലാണ് ആൻ്റപ്പൻ മുതലാളി താമസിച്ചിരുന്നത്. ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. ആയ കാലത്ത് നാട്ടിലെ കോൺട്രാക്ടർ പണികളെല്ലാം ചെയ്ത് സമ്പാദിച്ചതാണ്. 10 ഏക്കർ വരുന്ന റബ്ബറും 3 റൂട്ട് ബസ്സുകളും 5 പിക്കപ്പ് ലോറികളും 3-6 റിസോർട്ടും അയാൾക്കുണ്ടായിരുന്നു. എപ്പോഴും ഗവൺമെന്റിൽ നിന്നും ചെയ്ത കോൺട്രാക്ടർ പണിയുടെ പൈസ കിട്ടാനുണ്ടെന്നാണ് അയാൾ പറയുന്നത്. വയസ്സ് 70 പക്ഷേ വയസ്സിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലാണ് കാര്യം എന്ന് അയാൾ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഏകാന്തത ജീവിതത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനം അത് അയാൾക്ക് താങ്ങാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ടാൽ ഒരിക്കലും ഒരുവിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മാത്രം ഈ വൃദ്ധസദനത്തിലേക്ക് പോന്നു അയാൾ. അന്ന് തരം കിട്ടിയപ്പോൾ ഡയറക്ടർ അച്ഛനോട് ആൻ്റപ്പൻ മുതലാളി പറഞ്ഞു, അച്ചോ, എനിക്ക് കുഞ്ഞനമ്മയെ കെട്ടണം, വല്ല വഴിയുണ്ടോ? ആൻ്റപ്പന്റെ മുഖവരയില്ലാത്ത വാക്ക് കേട്ട് അച്ഛൻ അന്താളിച്ചു പോയി. നീ എന്നാടാ ഈ പറയണത്? കല്യാണം എന്ന് പറയുന്നത് എന്നാ അസൂയിക്കാനുള്ള ഏർപ്പാടാണോ? എടാ, ഇത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഭാഗമാകാനുള്ള ഒരു മാർഗമാണ്. അതും നീ നടത്തി കഴിഞ്ഞു. നിന്റെ ഭാര്യയല്ലേ മരിച്ചുള്ളൂ, നിനക്കൊരു ഭാര്യയില്ലേ? ഇനി ഇങ്ങനെയാണ് അങ്ങ് പോയാ മതി കേട്ടാ. കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കുകയല്ലേ, ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ജീവിക്ക്, സ്വർഗത്തിലേക്കുള്ള വഴി അതാണ്. അച്ഛന്റെ പള്ളിപ്രസംഗം കേട്ടപ്പോൾ ആൻ്റപ്പന് കലി വന്നു മനസ്സിൽ. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. ആൻ്റപ്പന്റെ മുഖഭാവം കണ്ട അച്ഛന് അത് മനസ്സിലായി. സംശയ നിവാരണത്തിന് അച്ഛൻ ചോദിച്ചു, നീ കുഞ്ഞന്നമ്മയോട് ചോദിച്ച? അവൾക്ക് ഇഷ്ടമാണ് നിന്നെ? നീ നിന്റെ മകൻ സണ്ണിയോട് ചോദിച്ചോ? അവൻ എന്തു പറഞ്ഞു? കുഞ്ഞന്നമ്മയ്ക്ക് സമ്മതമാ, വേറെ ആർക്കും സമ്മതമില്ല, ആൻ്റപ്പൻ തുറന്നടിച്ചു പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ നടക്കും? ആര് നടത്തി തരും? ഞാൻ നടത്തും. സണ്ണി ആസ്ട്രേലിയയിൽ അല്ലേടാ, പിന്നെന്താ അവൻ ഇത്ര എതിർപ്പ്? അതിപ്പോ ഈ കണ്ട സ്വത്തെല്ലാം കുഞ്ഞനമ്മയുടെ മക്കള് കൊണ്ടുപോകുമെന്നാ അവൻ പറയുന്നത്. അവൾക്ക് എത്രയാടാ മക്കള്? 10. നിനക്ക് 1 അത് പറഞ്ഞിട്ട് അച്ഛനൊന്ന് ഊറി ചിരിച്ചു. ആ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ കുഞ്ഞനമ്മയുടെ മക്കള് രക്ഷപ്പെടട്ടെ. വിവാഹം നിശ്ചയിച്ച് ആൻ്റപ്പൻ മകനെ വിളിച്ചു. പക്ഷേ അവൻ കല്യാണത്തിന് വരില്ലെന്നും അവന് നാണക്കേടാണെന്നും അവൻ അപ്പനെ അറിയിച്ചു. ഓസ്ട്രേലിയയിൽ സണ്ണിയുടെ ഭാര്യ വീട്ടിൽ ബഹളം വച്ചു. ഈ വയസ്സുകാലത്ത് അപ്പന് കാമപ്രാന്ത്. ഇക്കണ്ട സ്വത്തല്ല നാട്ടുകാർ കൊണ്ടുപോകും. അപ്പന്റെ ഏകാന്തതയോ ജീവിതമോ ഒന്നും അവൾക്കൊരു പ്രശ്നമായിരുന്നില്ല. അവൾ സണ്ണിയെ കെട്ടിയത് തന്നെ സ്വത്ത് മോഹിച്ചായിരുന്നു. ഒരു ദിവസം അവൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് അവളുടെ അപ്പനെ കൊണ്ട് ആൻ്റപ്പനെ പിന്തിരിപ്പിക്കാൻ ഒന്ന് ശ്രമിച്ചു. അത് നടന്നില്ല. കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് ആൻ്റപ്പൻ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. എല്ലാവരും കല്യാണത്തെ എതിർത്തെങ്കിലും ആൻ്റപ്പൻ സ്വന്തം വീട്ടിൽ വെച്ച് കല്യാണം നടത്തി. പരിപാടി ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചു. വൃദ്ധസദനത്തിൽ ഉള്ളവർക്കും അടുത്തുള്ള ഓർഫനേജിലെ കുട്ടികൾക്കും അയാൾ ഗംഭീര സദ്യ ഒരുക്കി. എതിർപ്പുകൾ ഉയർത്തിയ ബന്ധുക്കളെ ആരെയും ക്ഷണിച്ചില്ല. അങ്ങനെ എല്ലാ എതിർപ്പുകളെയും തൃണവൽക്കരിച്ച് കൊണ്ട് ആ 70കാരൻ 62കാരിയുടെ കഴുത്തിൽ മിന്നുകെട്ടി ഒരു പുതു ജീവിതത്തിലേക്ക് കാൽവച്ചു. അവതരണം ഷീല കടയ്ക്കൽ.